ഹായ് സ്റ്റുഡൻസ്, കരിയർ മേക്കറിൻ്റെ മറ്റൊരു സെഷനിലേക്ക്, ഇംഗ്ലീഷ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇവിടെ കാണുന്ന ചോദ്യം, യു ഹാഡ് ബെറ്റർ ഡാഷ് ഹിയർ എന്നുള്ള ഈ ചോദ്യം. ഇതുപോലത്തെ ചോദ്യങ്ങൾ പലപ്പോഴും SSC ബാങ്ക് എക്സാമിനേഷൻസിനൊക്കെ നിരന്തരമായി ചോദിക്കാറുണ്ട്. പൊതുവേ നമുക്ക് ഇത്തരം ചോദ്യങ്ങളെ യൂസേജസ് എന്ന് പറയുന്ന ഭാഗത്ത് ഉൾപ്പെടുത്താവുന്നതാണ്. കുറേ യൂസേജസ് ഉണ്ട്. ഇതുപോലെ ഇംഗ്ലീഷ് ഭാഷയുമായി ബന്ധപ്പെട്ട് കുറേ യൂസേജസ് ഉണ്ട്. അത്തരത്തിലുള്ള ഒന്നാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഹാഡ് ബെറ്റർ എന്ന് പറയുന്ന ഈ സംഭവം. സംഗതി വളരെ സിമ്പിളാണ്. നോട്ട് ബുക്കിൽ എഴുതി വെച്ചോളൂ. ഹാഡ് ബെറ്റർ പ്ലസ് V1. ഹാഡ് ബെറ്റർ പ്ലസ് V1 വെർബിൻ്റെ ഫസ്റ്റ് ഫോം. ഹാഡ് ബെറ്റർ പ്ലസ് V1 എന്ന് ഉദ്ദേശിക്കുന്നത് വെർബിൻ്റെ ഫസ്റ്റ് ഫോമിനെയാണ്. ഓക്കെ, അതായത് ഒരു വെർബിന് 4 ഫോംസ് ഉണ്ട്. V1, V2, V3, V4 എന്ന് പറയുന്നത്. ഇപ്പോൾ കുക്ക് എന്ന് പറയുന്ന വെർബ് അത് V1 ആണ്. അതിൻ്റെ V2 കുക്ക്ഡ് ആണ്, V3 കുക്ക്ഡ് ആണ്, V4 കുക്കിംഗ് ആണ്. എല്ലാ വെർബിൻ്റെയും ഫോർത്ത് ഫോം ING ഫോം ആണ് എന്ന് ഓർത്തിരിക്കുക. ഇത് പൊതുവേ എല്ലാ സ്റ്റുഡൻസിനും അറിയാവുന്ന കാര്യമാണ്. വെർബിൻ്റെ 4 ഫോംസ്, എല്ലാ വെർബിനും ഇതുപോലെ 4 ഫോംസ് ഉണ്ട്. നമ്മൾ ഇവിടുത്തെ ഈ ഹാഡ് ബെറ്റർ എന്ന ഈ യൂസേജുമായി ബന്ധപ്പെട്ട റൂൾ ജസ്റ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഹാഡ് ബെറ്റർ പ്ലസ് V1. ഹാഡ് ബെറ്റർ കഴിഞ്ഞാൽ വെർബിൻ്റെ V1 മാത്രമേ ഉപയോഗിക്കൂ. V1 ഏതാണ്? ഓപ്ഷനിൽ നിന്ന് നോക്കുമ്പോൾ സ്റ്റേയിങ് V4 ആണ്. ഇത് ആൻസറായി എടുക്കാൻ കഴിയില്ല. ടു സ്റ്റേ, ടു ഇൻഫിനിറ്റീവ് എന്ന് പറയും. ടു കഴിഞ്ഞ് വെർബിൻ്റെ V1 വന്നാൽ അതിനെ ടു ഇൻഫിനിറ്റീവ് എന്നാണ് പറയുക. ടു ഇൻഫിനിറ്റീവ്. ഓക്കെ, അത് എടുക്കാൻ കഴിയില്ല. സ്റ്റേയ്ഡ് വെർബിൻ്റെ V2 ആണ്. ഹാഡ് ബെറ്റർ കഴിഞ്ഞാൽ വേണ്ടത് V1 ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പിന്നെ ഓപ്ഷൻ D ആണ് യഥാർത്ഥത്തിൽ ആൻസറായി നമുക്ക് കൊടുക്കാൻ കഴിയുന്നത്. യു ഹാഡ് ബെറ്റർ സ്റ്റേ ഹിയർ, അതാണ് ഇതിൻ്റെ ആൻസർ. ഓപ്ഷൻ D ആണ് ആൻസർ. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ഹാഡ് ബെറ്റർ ടു എന്ന് പറയാറില്ല. ഹാഡ് ബെറ്റർ ടു എടുക്കരുത്. ഹാഡ് ബെറ്റർ പ്ലസ് V1, ദാറ്റ്സ് ഓൾ. ഓക്കെ.